നമസ്കാരം. 2026 വിഷുഫലത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ഏപ്രിൽ 14 1201 മേടമാസം 1 ചൊവ്വാഴ്ച. ഉദയാൽപ്പരം 8 നാഴിക 8 വിനാഴിക ചെന്നപ്പോൾ ചതയം നക്ഷത്രം 3-ാം പാദത്തിൽ മേടത്തിൽ രവി സംക്രമിക്കുമ്പോൾ വിഷു പിറക്കുന്നു. ഈ ഒരു വിഷു പിറക്കുമ്പോൾ ഓരോ നക്ഷത്രക്കാരുടെയും വിഷുഫലം എപ്രകാരമുണ്ടെന്ന് നോക്കാം. ഓരോ കൂറുകാരുടെയും ചാരവശാലുള്ള ഫലങ്ങൾ പ്രത്യേകമായാണ് പറയുന്നത്. ചാരവശാലുള്ള ഫലങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ രാശിയിലും ഇപ്പോൾ ഓരോ ഗ്രഹങ്ങൾ എങ്ങനെ സഞ്ചരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നിങ്ങൾ ജനിച്ച സമയത്തുള്ള ലഗ്നം വെച്ചുള്ള ഫലങ്ങളല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അടുത്തതായി വിഷുഫലം അറിയുന്ന രാശി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിലെ മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽ ജനിച്ച നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് അറിയുന്നത്. ചിങ്ങക്കൂറിലെ ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമാണ് ഈ ഒരു വിഷു പിറക്കുന്നതിലൂടെ നിങ്ങൾക്ക് വന്നു ചേരുന്നത്. കുറേ കാലമായി നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു വിഷു പിറക്കുന്നതിലൂടെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത്. അതുപോലെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നത് വളരെ നല്ലൊരു സമയമാണ്. നിങ്ങൾക്കുണ്ടായിട്ടുള്ള അലസത മാറ്റി ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ ഒരു വിഷു പിറക്കുന്ന കാലത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ സ്ത്രീകളുമായി അതിരുവിട്ട് ബന്ധമുള്ള പുരുഷന്മാരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു വിഷു പിറക്കുന്ന കാലം. ധനപരമായ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ തന്നെ ധനപരമായ ഇടപാടുകളൊക്കെ നടത്തുന്നത് വളരെ ശ്രദ്ധിച്ചും കണ്ടും ചെയ്യേണ്ടതുമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ല വിജയമൊക്കെ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു ഫലമാണ് ഈ ഒരു വിഷുഫലത്തിലൂടെ വന്നു ചേരുന്നത്. ശാരീരികമായി ചില അസ്വസ്ഥതകളും അസുഖങ്ങളും ആശുപത്രിവാസവുമൊക്കെ ഈ നക്ഷത്രക്കാർക്കുണ്ടായേക്കാം. കാരണം ഈ രാശിക്കാർക്ക് ശനി അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഉണ്ടായേക്കാം. പരിഹാരം എന്ന് വേണം, സൂര്യോദയത്തിന് ശേഷം കാക്കയ്ക്ക് അന്നം നൽകുക. അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനവും ശാസ്താ ക്ഷേത്ര ദർശനവും നടത്തി വഴിപാടുകളും മറ്റും നടത്തി പരിഹാരം കാണുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. നല്ല ഒരു വിഷു ആശംസകൾ നേരുന്നു.